HSC ഹിന്ദിയുടെ മുൻവർഷത്തെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 5ാമത്തെ ക്ലാസ്സാണിന്ന്. ചോദ്യത്തിലോട്ട് കടക്കാം. പഹാഡ് കോൺസി സഖ്യ ഹെ? ഓപ്ഷൻ എ വ്യക്തിവാചക്, ബി ജാതിവാചക്, സി ഭാവവാചക്, ഡി സമുദായവാചക്. ആൻസർ ഓപ്ഷൻ ബി जातिवाचक. पहाड़ जातिवाचक संख्या है. संख्या के 3 भेद होते हैं, व्यक्तिवाचक, जातिवाचक और भाववाचक. അടുത്ത ചോദ്യം. वे आज राष्ट्र के नाम संदेश प्रसारित करेंगे. इस वाक्य में वे कौन सा सर्वनाम है? ഇവിടെ വേ എന്നത് പ്രധാനമന്ത്രിയാണ് ഉദ്ദേശിക്കുന്നത്. വേ എന്നത് ഏത് സർവനാമമാണ്? ഓപ്ഷൻ എ പുരുഷവാചക്, ബി നിജവാചക്, സി നിശ്ചയവാചക്, ഡി അനിശ്ചയവാചക്. ആൻസർ ഓപ്ഷൻ എ പുരുഷവാചക്. വേ എന്നത് പുരുഷവാചക് സർവനാമമാണ്. സർവനാമത്തിന് എത്ര ഭേദമാണുള്ളത്? 6 ഭേദ ഹോത്തെ ഹെ. 6 ഭേദമാണ് സർവനാമത്തിനുള്ളത്. പുരുഷവാചക സർവനാം, നിശ്ചയവാചക സർവനാം, അനിശ്ചയവാചക സർവനാം, സംബന്ധവാചക സർവനാം, പ്രശ്നവാചക സർവനാം ഓർ നിജവാചക സർവനാം. പുരുഷവാചക സർവനാം എന്ന് പറയുന്നത് വക്ത, ശ്രോത തഥാ വിഷയ്, ഈ 3 എണ്ണത്തിനെ സൂചിപ്പിക്കുന്നതാണ് പുരുഷവാചക സർവനാം എന്ന് പറയുന്നത്. അതായത് ബോൽനേവാല, സുനനേവാല തഥാ വിഷയ്. ഇതിനെ സൂചിപ്പിക്കുന്നതിനെയാണ് പുരുഷവാചക സർവനാം എന്ന് പറയുന്നത്. പുരുഷവാചക സർവനാമത്തിന് 3 ഉപഭേദങ്ങളുണ്ട്. ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, അന്യപുരുഷ്. ഉത്തം പുരുഷിൽ വരുന്നത് മേം, ഹം, അതായത് ബാത്തൊക്കെ കഹ്നേവാല. मध्यम पुरुष तू, तुम, आप. जिससे बात कही जाए उसके लिए प्रयुक्त सर्वनाम है मध्यम पुरुष, तू, तुम, आप. अन्य पुरुष എന്ന് പറയുന്നത് जिसके बारे में बात हो रही है, वह, वे, यह, ये തുടങ്ങിയവ. അടുത്ത ചോദ്യം. गरीब किस तरह का विशेषण है? ഓപ്ഷൻ എ നിശ്ചയവാചക്, ബി അനിശ്ചയവാചക്, സി ഗുണവാചക്, ഡി സംഖ്യാവാചക്. ഏതാണ് ഗരീബ് എന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഗുണവാചക്. വിശേഷൺ എത്ര തരത്തിലാണുള്ളത്? വിശേഷൺ के 4 भेद होते हैं. गुणवाचक विशेषण, परिमाणवाचक विशेषण, സംഖ്യാവാചക് വിശേഷൺ ഓർ സാർവനാമിക് വിശേഷൺ. ഇങ്ങനെ 4 തരത്തിലുള്ള വിശേഷണമാണുള്ളത്. ഗുണവാചക് വിശേഷൺ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ വ്യക്തിയുടെ വിശേഷപ്പെട്ട സ്ഥിതി, രംഗ്, രൂപ്, ഗന്ധ്, അച്ചായി, ബൂരായി ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന പദത്തെയാണെന്ന് പറയുന്നത് ഗുണവാചക വിശേഷൺ എന്ന് പറയുന്നത്. അപ്പോൾ ഗരീബ് എന്നത് എന്താണ്? ഗുണവാചക വിശേഷണമാണ്. അടുത്ത ചോദ്യം. അപ്നാന കിസ് പ്രകാർ കി ക്രിയ ഹെ? ഓപ്ഷൻ എ നാംധാതു ക്രിയ, ബി പ്രേരണാർത്ഥ ക്രിയ, സി സംയുക്ത ക്രിയ, ഡി ശക്തിബോധ ക്രിയ. ആൻസർ ഓപ്ഷൻ എ नामधातु क्रिया. रचना की दृष्टि से क्रियाएं 2 प्रकार की हैं, रूढ़ और यौगिक. रूढ़, यौगिक എന്നിങ്ങനെ 2 ക്രിയകളുണ്ട്. അതിൽ യൗഗികിനകത്ത് വരുന്നതാണ് പ്രേരണാർത്ഥ ക്രിയ, സംയുക്ത ക്രിയ, അനുകരണാർത്ഥ ക്രിയ, നാംധാതു. ഇതിൽ നാംധാതു എന്ന് പറയുന്നത് സംജ്ഞ, വിശേഷൺ അല്ലെങ്കിൽ സർവനാം ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ക്രിയയാണ് നമ്മൾ നാംധാതു എന്ന് പറയുന്നത്. അപ്ന എന്നതിൽ നിന്ന് എന്തുണ്ടായി? അപ്നാന എന്ന ക്രിയ ഉണ്ടായി. അപ്പോൾ ഇവിടെ അപ്നാന എന്നത് നാംധാതു ക്രിയക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം. ആജ് സെ മേള ശുരു ഹുവ. ഇസ് വാക്യ में आज से कौन सा कारक चिन्ह है? ഓപ്ഷൻ എ കർത്താ കാരക്, ബി കർമ്മ കാരക്, സി കരൺ കാരക്, ഡി അപാദാൻ കാരക്. ആൻസർ ഓപ്ഷൻ ഡി അപാദാൻ കാരക്. എന്താണ് कारक? संख्या या सर्वनाम के जिस रूप से उसका वाक्य के अन्य शब्दों के साथ संबंध प्रकट होता है उसे कारक कहते हैं. ഒരു വാക്യത്തിലെ പദങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് എന്ത്? കാരക ചിഹ്നങ്ങൾ. അപ്പോൾ എത്ര കാരകുണ്ട്? ഹിന്ദിയിൽ 8 കാരകുണ്ട്. കർത്താ കാരക്, കർമ്മ കാരക്, കരൺ, സമ്പ്രദാൻ, അപാദാൻ, സംബന്ധ്, അധികരൺ, സംബോധൻ എന്നിങ്ങനെ 8 കാരക് ഉണ്ട്. ഇതിൽ കരൺ കാരകം അപാദാൻ കാരകിൻ്റെയും ചിഹ്നം എന്ന് പറയുന്നത് സേ ആണ്. കരൺ കാരകിൻ്റെ കരൺ കാരക് എന്ന് പറഞ്ഞാൽ ജിസ് കാരക സെ ക്രിയാക്ക് സാധൻ കാ ബോധ ഹോ ഉസെ കരൺ കാരക कहते हैं. അതായത് ഒരു ഉപകരണത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ കരൺ കാരകം എന്ന് പറയുന്നത്. മേനെ ഹാത്ത് സേ അല്ലെങ്കിൽ കലം സേ ലിഖ്തേ ഹേ, കൈകൊണ്ട്, കലം പേന കൊണ്ട് എന്നിങ്ങനെയൊക്കെ ഉള്ളതാണ് കരൺ കാരക് എന്ന് പറയുന്നത്. അപാദാൻ കാരക് എന്ന് പറയുമ്പോൾ ജിസ് കാരക് സെ ഏക് വസ്തു കാ ദൂസരി സെ അലഗ് ഹോന സൂചിത് ഹോ സെ അപാദാൻ കാരക് कहते हैं. എന്താണ്? ഒരു വേർതിരിവിനെ സൂചിപ്പിക്കുന്നതാണ്, അൽഗാവിനെ സൂചിപ്പിക്കുന്നതാണ് അപാദാൻ കാരക് എന്ന് പറയുന്നത്.
അപ്പോൾ ആജ് സേ മേള ശുരു ഹുവ. അപ്പോൾ ഇന്ന് തൊട്ട്, ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ ഏത് കാരകാണ് അവിടെ വരുന്നത്? ആപാതാൻ കാരക്. അടുത്ത ചോദ്യം, അകർമക് കർത്തൃവാചി കാ ഉദാഹरण है. ए अमल से पुस्तक पढ़ी गई, मैं नहीं बैठता, मुझसे चुप नहीं रह जाता, इनमें से कोई नहीं. ആൻസർ ഓപ്ഷൻ ബി, मैं नहीं बैठता. വാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വാക്യത്തിലുള്ള മുഖ്യ വിഷയം കർത്താവാണോ കർമ്മമാണോ ഭാവമാണോ എന്നതിനെയാണ് വാച്ച് എന്ന് പറയുന്നത്. വാച്ച് 3 തരത്തിലാണുള്ളത്: കർത്തൃവാച്ച്, കർമ്മവാച്ച്, ഭാവവാച്ച്. കർത്തൃവാച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു വാക്യത്തിൽ ക്രിയയുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് കർത്താവായിരിക്കും. അതാണ് കർത്തൃവാച്ച് എന്ന് പറയുന്നത്. കർത്താക്കി പ്രധാനത. കർത്തൃവാച്ചിൽ 2 തരത്തിലുണ്ട്: സകർമ്മകമുണ്ട്, അകർമ്മകമുണ്ട്. അപ്പോൾ ഇവിടെ അകർമ്മക കർത്തൃവാച്ചി എന്ന് പറയുന്നത് മേ നഹി ബൈഠത്ത. അടുത്ത ചോദ്യം, ബാക്കി के शब्दों में लिंग, वचन, पुरुष, कारक और काल की जो समानता रहती है उसे क्या कहते हैं? वाक्य के शब्दों में लिंग, वचन, पुरुष, कारक और काल की जो समानता रहती है उसे क्या कहते हैं? ऑप्शन ए क्रम, बी अधिकार, सी अन्वय, डी इनमें से कोई नहीं. ആൻസർ ഓപ്ഷൻ സി, अन्वय. അടുത്ത ചോദ്യം, डैश वे वर्ण है जिनके उच्चारण में जिह्वा कुछ कुछ खुली रहती है. ऑप्शन ए विवृत, बी स्पृष्ट, सी ईषत् विवृत, डी ईषत् स्पृष्ट. आंसर ऑप्शन सी, ईषत् विवृत. ईषत् विवृत वे वर्ण है जिनके उच्चारण में जिह्वा कुछ कुछ खुली रहती है. വർണ്ണങ്ങൾ ഉച്ചരിക്കുമ്പോഴുള്ള ആയാസത്തെയാണ് നമ്മൾ പ്രയത്ന എന്ന് പറയുന്നത്. പ്രയത്ന ദോ പ്രകാർ കെ ഹോത്തെ ഹെ, ആഭ്യന്തർ പ്രയത്ന और ബാഹ്യ പ്രയത്ന. ഇതിൽ ആഭ്യന്തർ പ്രയത്ന के आधार पर वर्णों के 4 भेदाണ്: വിവൃത്, ഈഷത് വിവൃത്, സ്പൃഷ്ട്, ഈഷത് സ്പൃഷ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഈഷത് വിവൃത്, ഓപ്ഷൻ സി. ജിൻകെ ഉച്ചാरण में जिह्वा कुछ खुली रहती है उसे ഈഷത് വിവൃത് कहते हैं. ഉദാഹരണം യ, ര, ല, വ. അടുത്ത ചോദ്യം, ആ അഥവാ ആ के आगे ए या आई आए तो दोनों के स्थान में आई तथा ओ या औ आए तो दोनों के स्थान में औ हो जाता है, उसे क्या कहते हैं? ऑप्शन ए गुण संधि, बी अण संधि, सी आयादि संधि, डी वृद्धि संधि. ആൻസർ ഓപ്ഷൻ ഡി, വൃദ്ധി സന്ധി. ഇത് ഒന്നുമില്ല, 2 വാക്കുകൾ കൂടിച്ചേരുമ്പോൾ അത് ഐ എന്നും ഔ എന്നും ആവുന്നതിനെയാണ് നമ്മൾ വൃദ്ധിസന്ധി എന്ന് പറയുന്നത്. അത് ഏക്ക് ഏക്ക്, ഏകൈക്ക്, മഹാ ഔഷധി, മഹൗഷധി, ഇങ്ങനെ വരുന്നതിനെയാണ് വൃദ്ധിസന്ധി എന്നും പറയുന്നത്. അടുത്ത ചോദ്യം, ഖിഡ്കി ശബ്ദ്. ഓപ്ഷൻ എ തത്സം, തദ്ഭവ്, ദേശജ്, വിദേശി. ഖിഡ്കി എന്നത് തത്സമാണോ, തദ്ഭവാണോ, ദേശജാണോ, വിദേശാണോ? ആൻസർ ഓപ്ഷൻ സി, ദേശജ്. ഖിഡ്കി എന്ന വാക്ക് ദേശജാണ്. അപ്പോൾ ശബ്ദത്തിൻ്റെ 4 ഭേദങ്ങളാണ് തത്സം, തദ്ഭവ്, ദേശജ് ഓർ വിദേശി. തത്സം എന്ന് പറയുന്നത് സംസ്കൃതത്തിലുള്ള വാക്കുകൾ അതേപോലെ ഹിന്ദിയിൽ ഉപയോഗിക്കുന്നതാണ് തത്സം ശബ്ദം എന്ന് പറയുന്നത്. തദ്ഭവ് എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ വാക്കുകളെ കുറച്ച് മാറ്റത്തോടു കൂടി ഹിന്ദിയിൽ പറയുന്നതിനെയാണ് തദ്ഭവ് എന്ന് പറയുന്നത്. പിന്നെ ദേശജ് എന്ന് പറയുന്നത് നമ്മുടെ ബോൽചാൽക്കി ശബ്ദ്. പിന്നെ വിദേശി എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള വാക്കുകൾ. ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.